Hello, in this section we are discussing about travel motivations. Without people's motivation, there would be no tourism industry. ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ആഗ്രഹമില്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ കാണത്തില്ല. Although there are hundreds of thousands of possible destinations, the perspective of traveler is usually circumstanced by a number of factors: time, finance, attitude, family, responsibilities, education, health, well-being, etc. ലോകത്ത് ആയിരക്കണക്കിന് ട്രാവൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിലും ഒരാൾ അയാൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ അതിനെ ആശ്രയിച്ചു വരും. ഒന്ന് സമയം, ചിലപ്പോൾ വളരെ ജോലി തിരക്കുള്ള ഒരാളായിരിക്കാം, അപ്പോൾ അയാൾക്ക് യാത്ര ചെയ്യാൻ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ കാണുള്ളൂ. അടുത്ത ഫൈനാൻസ്, ഒരു യാത്ര പോകുമ്പോൾ അത്യാവശ്യം പൈസ ആവശ്യമാണ്, അപ്പോൾ എത്ര പൈസയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവരവരുടെ യാത്ര ലിമിറ്റ് ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡ്, ചിലവർക്ക് കൾച്ചറൽ പ്ലേസസ് കാണാനായിരിക്കും താല്പര്യം, ചിലർക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നവരായിരിക്കും താല്പര്യം, ചിലർക്ക് ഫിസിക്കൽ അട്രാക്ഷൻസ് കാണുന്നതായിരിക്കും താല്പര്യം. അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാറും. ഫാമിലിക്ക് അനുസരിച്ച് മാറും, റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് മാറും, എഡ്യൂക്കേഷൻ അനുസരിച്ച് മാറും, ഹെൽത്തിനും വെൽബീയിങ്ങിനും അനുസരിച്ച് മാറും. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിലും ഒരാളെ യാത്ര ചൂസ് ചെയ്യുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട്. Travel motivators can be defined as those factors that create a person's desire to travel. Travel motivation അല്ലെങ്കിൽ travel motivator എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണോ ഒരാളെ ഒരു യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ ഘടകങ്ങളെ നമുക്ക് ട്രാവൽ മോട്ടിവേഷൻസ് എന്നോ ട്രാവൽ മോട്ടിവേറ്റേഴ്സ് എന്നോ വിളിക്കാം. McIntosh classification of travel motivators. McIntosh has classified travel motivators into 3: physical motivators, interpersonal motivators, status and prestige motivators. എന്താണ് physical motivators എന്ന് നോക്കാം. Related to physical relaxation and rest, sporting activities, special medical treatment, and these motivators are concerned with individuals' bodily health and well-being. McIntosh ട്രാവൽ മോട്ടിവേറ്റേഴ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ്, ഇന്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സ്, സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ്. അതിൽ ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിലാക്സേഷനും റെസ്റ്റും ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബോഡി ഹെൽത്തും വെൽബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മോട്ടിവേറ്റേഴ്സിനാണ് ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സിൽ വരും. Interpersonal motivators related to desire to visit and meet relatives and friends. ബന്ധുക്കളെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതാണ് ഇന്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ് identified with the need of personal esteem, personal development like travel for business, professional interest, educational purpose or to pursue hobbies. എന്തെങ്കിലുമൊക്കെ ഹോബീസ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ ബിസിനസ്സിന് വേണ്ടിയിട്ടോ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ ഒക്കെ ട്രാവൽ ചെയ്യുന്നത് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സിൽ വരും. ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാവൽ മോട്ടിവേറ്റേഴ്സ്. തൊട്ട് മുമ്പ് പറഞ്ഞത് മെക്കിൻറ്റോഷിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ട്രാവൽ മോട്ടിവേറ്റേഴ്സിനെ ജനറൽ ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. പ്ലഷർ, റിലാക്സേഷൻ, റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ, ഹെൽത്ത്, participation in sports, curiosity and culture, ethnic and family, spiritual and religious, status and prestige, professional or business. Pleasure. Getting away from the routine of everyday life is the most important motive of all times. എല്ലാ കാലത്തും യാത്രയെ സ്വാധീനിച്ച ഒരു ഇമ്പോർട്ടന്റ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത് പ്ലഷർ ആണ്. ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആളുകൾ യാത്രയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പ്ലഷറിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഒരു പ്രൈമായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂറിസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. An individual likes to have fun, excitement and a good time whenever possible. ഓരോ വ്യക്തിയും തങ്ങൾക്ക് സാധ്യമാവുന്ന സമയത്തെല്ലാം ഫണ്ണും എക്സൈറ്റ്മെന്റും ഒരു ഗുഡ് ടൈമും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. The significance of the pleasure factor is widely utilized by travel agents and tour operators.
പ്ലഷർ എന്ന് പറയുന്ന ആ മോട്ടിവേഷനെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് ട്രാവൽ ഏജൻസും അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സുമാണ്. അതിനെ ബേസ് ചെയ്ത് അവർ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നു, ആളുകൾ അതിനനുസരിച്ച് യാത്ര ചെയ്യുന്നു. Relaxation, rest and recreation. The stress and strain of modern city life has made it more necessary than ever before for people to get away from all this and relax in an atmosphere more peaceful and healthy. മോഡേൺ സിറ്റി ലൈഫിൽ നിന്നുള്ള സ്ട്രെസ്സും സ്ട്രെയിനും കാരണം കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാനും ഒരു റിലാക്സേഷൻ ലഭിക്കുന്ന ഹെൽത്തി ആയിട്ടൊരു അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. റിലാക്സേഷൻ ഇസ് വെരി എസെൻഷ്യൽ ടു കീപ് ബോഡി ആൻഡ് മൈൻഡ് ഹെൽത്തി. തങ്ങളുടെ മൈൻഡും അതുപോലെ തന്നെ ബോഡിയും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ ഏതൊരു വ്യക്തിക്കും റിലാക്സേഷനും റെസ്റ്റും റിക്രിയേഷനും ആവശ്യമുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് റിലാക്സേഷനും റെസ്റ്റും റിക്രിയേഷനുമാണ്. ഹെൽത്ത്. Development was passed during the Roman Empire was a result of people's desire to seek good health. പണ്ടുകാലം മുതൽ തന്നെ ആളുകൾ തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്തിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് പണ്ട് കാലത്ത് റോമൻ എംപയറിൽ ഒരുപാട് സ്പാസ് ഡെവലപ്പ് ചെയ്തിരുന്നു. ആളുകൾ അവിടെയൊക്കെ തങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ആ സ്പാസ് വിസിറ്റും ചെയ്തിരുന്നു. സിമിലർ എസ്റ്റാബ്ലിഷ്മെന്റ് സനറ്റോറിയ ഇൻ സ്വിറ്റ്സർലാൻഡ് laid the foundation for future resort developments. റോമൻ സ്പാസ് പോലെ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് സ്വിറ്റ്സർലൻഡ് സനറ്റോറിയ. ഇത് പിന്നീട് ഫ്യൂച്ചർ റിസോർട്സ് ഡെവലപ്മെന്റ്സിന് സഹായിച്ചു. അതായത് റിസോർട്സിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സനറ്റോറിയ ആയിരുന്നു. Many travel to spas and clinics for curative baths and medical treatment. പലരും സ്പാസിലോട്ടും ക്ലിനിക്സിലോട്ടും മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ക്യൂറേറ്റീവ് ബാത്സിന് വേണ്ടിയിട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. In some countries like Italy, Austria and Germany, greater importance is given to spa treatment. ഇറ്റലി, ഓസ്ട്രിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സ്പാ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ കേരളത്തിലെ കാര്യം പറയുന്നെങ്കിലും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും ഒക്കെ ഉള്ള പാക്കേജസും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ അവൈലബിൾ ആണ്. Curiosity and culture. An increasing number of people are visiting lands, especially those places having important historical or cultural association with the past, or those places holding special art festivals, music festivals, theatre, and other cultural events of importance. ഒരുപാട് ആളുകൾ മറ്റു സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ പ്ലേസിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആർട്ട് ഫെസ്റ്റിവലോ മ്യൂസിക് ഫെസ്റ്റിവലോ തിയേറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൾച്ചറൽ ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. Curiosity has been one of the major reasons for tourism. There has been always curiosity in man about foreign lands, people and place. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യൂരിയോസിറ്റി കാരണമാണ് ആളുകൾ പണ്ട് കാലം തൊട്ടേ ഫോറിൻ ലാൻഡ്സിലോട്ടും പ്ലേസസിലോട്ടും പീപ്പിളിനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ യാത്ര ചെയ്തിരുന്നത്. The increasing interest shown by many in architecture, art, music, literature, folklore, dance, paintings, archaeological and historical remains and monuments. ഒരുപാട് പേര് മറ്റു രാജ്യങ്ങളിലെ ആർക്കിടെക്ചറോ ആർട്ടോ മ്യൂസിക് ലിറ്ററേച്ചർ ഡാൻസ് പെയിന്റിങ്സ് ആർക്കിയോളജിക്കൽ റിമൈൻസ് മോണുമെന്റ്സ് ഇതിലൊക്കെ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഈവൻറ്റ്സ് ലൈക്ക് ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, എക്സിബിഷൻ, സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് അട്രാക്ട് thousands of tourists. ഇതിന് പുറമെ കൾച്ചറൽ ഇവന്റ്സ് ആയിട്ടുള്ള ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും മറ്റ് എക്സിബിഷൻസും സ്പെഷ്യൽ ഫെസ്റ്റിവൽസും ഒക്കെ ആയിരക്കണക്കിന് ടൂറിസ്റ്റിനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂരിയോസിറ്റിയും കൾച്ചറും എന്ന് പറയുന്നത് ടൂറിസം നടപ്പാക്കാൻ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. Ethnic and family. This includes visiting one's relatives and friends, meeting new people and seeking new friendship. Ethnic and family എന്ന മോട്ടിവേഷനിൽ വരുന്ന കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ വീട് വിസിറ്റ് ചെയ്യുക, പുതിയ ആളുകളെ കാണുക, പുതിയതായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. A large number of people travel for interpersonal reasons. ഒരുപാട് ആളുകൾ ഇന്റർപേഴ്സണൽ റീസൺസ് തങ്ങളുടെ റിലേറ്റീവ്സിനെ കാണാനോ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്.
A large number of Americans visit European countries in order to see their families or they feel they are visiting their homeland. For example, പറയുന്നെങ്കിൽ ഒരുപാട് അമേരിക്കൻസ് യൂറോപ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് അവരുടെ പൂർവ്വപിതാക്കന്മാരെ ഒക്കെ കാണാനും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളെ കാണാനും ഒപ്പം തന്നെ അവരുടെ ഹോംലാൻഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫീൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. Spiritual and religious. Travel for spiritual reason has been taking place since a long time. അടുത്ത മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ്. സ്പിരിച്വൽ റീസൺസിന് വേണ്ടിയിട്ട് ആളുകൾ പണ്ട് കാലം തൊട്ടേ യാത്രകൾ ചെയ്തിരുന്നു. വിസിറ്റിംഗ് റിലീജിയസ് പ്ലേസസ് ഹാസ് ബീൻ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മോട്ടിവേഷൻസ് ഓഫ് ട്രാവൽ. പുരാതന കാലം തൊട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലീജിയസ് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് യാത്ര ചെയ്തിരുന്നു. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മോട്ടിവേഷൻ ആണ് ഈ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ഫാക്ടർ എന്ന് പറയുന്നത്. A large number of people has been making pilgrims to religious or holy places. ഇന്നും ഒരുപാട് ആളുകൾ പിലിഗ്രിം സൈറ്റ്സിലും അല്ലെങ്കിൽ ഹോളി പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിസിറ്റ് ജെറുസലേം, മെക്ക, കാശി എക്സെട്ര. സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്. Many people undertake travel with a view to talk about it to their friends and relatives. പല വ്യക്തികളും യാത്ര ചെയ്യുന്നത് തങ്ങൾ യാത്ര ചെയ്തു എന്ന് അവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് യാത്ര ചെയ്യണമെന്ന് പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാറ്റസ് കിട്ടാൻ, ഒരു പ്രസ്റ്റീജ് കിട്ടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുമുണ്ട്. They like to impress others by relating their experiences in various places visited. മറ്റുള്ളവർ തങ്ങൾ ഇന്ന പ്ലേസസ് വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കരുതിയാണ് അവർ യാത്ര ചെയ്യുന്നത്. They also travel thinking it is fashionable. ഈ യാത്രക്കാര് യാത്ര എന്ന് പറയുന്നത് ഫാഷന്റെ ഒരു ട്രെൻഡാണ്, ഒരു ഐക്കോണാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുമുണ്ട്. Foreign tour is a magical word and people like to mention it to their friends and other acquaintances. തങ്ങളുടെ സുഹൃത്തുക്കളോടും റിലേറ്റീവ്സിനോടും തങ്ങൾ ഫോറിൻ ടൂർ നടത്തിയവരാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് പേരും. അപ്പോൾ ആ ഒരു മാജിക്കൽ വേർഡിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുമുണ്ട്. അത്തരത്തിലുള്ള മോട്ടിവേഷൻസിനെയാണ് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത്. ഫൈനലി ദ ലാസ്റ്റ് മോട്ടിവേഷൻ, പ്രൊഫഷണൽ ഓർ ബിസിനസ് മോട്ടിവേഷൻ. Attending conventions, conference related to profession, industry or commerce or some other organization to which individual belongs has become very popular. തങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടോ തങ്ങളുടെ പ്രൊഫഷനിലുള്ള കൺവെൻഷനോ കോൺഫറൻസോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടൊരു ട്രെൻഡാണ്. Large hotels provide facilities for conventions as a large group travel for business and professional reasons. ഒത്തിരി ആളുകൾ ഒരുമിച്ച് ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നു. അത് കൺവെൻഷൻസും കോൺഫറൻസും ഒക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ലാർജ് ഹോട്ടൽസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Conventions, conference, seminar associated with education, commerce, industry, politics and various professions comes under this category. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നടത്തുന്ന സെമിനാർസ്, കോൺഫറൻസ്, കൺവെൻഷൻസ്, ഇനി ഇൻഡസ്ട്രി കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നടത്തുന്ന കോൺഫറൻസ്, കൺവെൻഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്ന കൺവെൻഷൻസ്, കോൺഫറൻസ്, ഇനി മറ്റു പ്രൊഫഷൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും എക്സിബിഷൻസോ സെമിനാർസോ കോൺഫറൻസോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതെല്ലാം തന്നെ പ്രൊഫഷൻ ഓർ ബിസിനസ് ട്രാവൽ മോട്ടിവേഷൻസിൽ ഇൻക്ലൂഡഡ് ആണ്.